ആളുകൾ. അപ്പൊ ഈ ഒരു ബിസിനസ് സംബന്ധിച്ച് ഇതിലേക്ക് വന്നതിൽ ഒരുപക്ഷെ പല ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവരുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. പക്ഷെ അതിലെല്ലാം ഉപരി ഒരുപക്ഷെ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ വീട്ടുജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന പല ആളുകളുടെയും ലൈഫിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അത് ഫിനാൻഷ്യലി മാത്രമല്ല, അവർ പേഴ്സണലി തന്നെ വലിയ മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ, നമ്മൾ കുറച്ച് ചിന്തിക്കാനുള്ള ചില കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നെറ്റ്വർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ചിലപ്പോൾ മേ ബി വന്നു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ചെറിയൊരു ഇഷ്യൂ വന്നതിന്റെ പേരിലാണ് ഇത്രയും ഡിലേ വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും അതിന് ക്ഷമ ചോദിക്കുകയാണ്. എനിവേ നമുക്കറിയാം, നമ്മളിപ്പോ എല്ലാവരും എന്തെങ്കിലും ഒരു ജോലിയിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അല്ലെ. ഒരുപക്ഷെ ഈ ഒരു കൺസെപ്റ്റ് സീരിയസ് ആയി ചെയ്യുമ്പോൾ തന്നെ ഒരുപക്ഷെ പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിലായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, ഒരുപക്ഷെ ഇതിലേക്ക് വരുന്നതിന് മുമ്പും നമ്മൾ പല ആളുകളും ജോലിക്ക് പോകുന്ന ആളുകൾ. പലപ്പോഴും നമ്മൾ ചിന്തിച്ച് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മളൊന്ന് ഒരു സെൽഫ് ഇവാലുവേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണെങ്കിലും നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും നമ്മുടെ കഴിഞ്ഞു പോയ കാലഘട്ടമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും ഒരു ഇവാലുവേഷൻ എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ ഈ ഒരു കഴിഞ്ഞു പോയ ഒരു കാലഘട്ടം, ഒരുപക്ഷെ നമ്മുടെ ഒരു തൊട്ടു മുമ്പുള്ള ഒരു ജനറേഷൻ, നമ്മുടെ ഈ ഒരു ജനറേഷനുമായിട്ടുള്ള ഫിനാൻഷ്യലി വന്നിട്ടുള്ള ഒരു മാറ്റം എന്താണ്? ഇപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം മുൻപുള്ള ഒരു ജനറേഷൻ എപ്പോഴും പറയായിരുന്നു കുറെ പ്രയാസങ്ങളുണ്ട്, ജീവിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപക്ഷെ ഭക്ഷണത്തിന് വരെ ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ രീതിയിലൊക്കെ ജീവിച്ചു വന്ന ഒരു കാലഘട്ടമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് തൊട്ടു മുമ്പുള്ള ഒരു ജനറേഷന്റെ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന പല ആളുകളും അതിലൂടെയൊക്കെ വന്ന ആളുകളാണ്. പക്ഷെ ഫിനാൻഷ്യലി നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ വസ്ത്രത്തിനും അല്ലെങ്കിൽ ഡ്രസ്സിനും പാർപ്പിടൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഒരു നിലവാരവും ആ സമയത്തുള്ള ഒരു നിലവാരമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, അന്നുള്ള ആളുകളെ സംബന്ധിച്ച് എത്ര രൂപയുടെ കടങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര രൂപ ലോണായിട്ട് അവരെടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെ അവരുടെ ഒരു അസറ്റും ലയബിലിറ്റിയും ആയിട്ടൊന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, മുൻപുള്ള ജനറേഷൻ ഒരുപാട് ജീവിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ പോലും അവരത് നിന്നിരുന്നത് അസറ്റിന്റെ മുകളിലായിരുന്നു എന്നുള്ളതാണ്. ശരിയല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്ഥലം ഉണ്ടാവും, മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും, ചിലപ്പോൾ വീടുണ്ടാവും, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവർക്ക് അസറ്റ് മാത്രമായിരുന്നു ഒരു സൈഡിൽ ഉണ്ടായിരുന്നത്. ബട്ട് ഡേ ടു ഡേ ലൈഫിൽ അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിയാണ്. പക്ഷെ ഇന്നത്തെ നമ്മളൊരു ജനറേഷൻ, അല്ലെങ്കിൽ നമ്മളൊരു 10 വർഷം മുമ്പ് നമ്മുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഇന്നത്തെ നമ്മുടെ ഫാമിലിയിലെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസുമായിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമുക്ക് എത്രത്തോളം ലോണുകൾ അധികമായിട്ട് വന്നിട്ടുണ്ട്. പല മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചും നല്ല ലക്ഷറിയിൽ അവർ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഒരു സൈഡില് അവരുടെ അസറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ലയബിലിറ്റി കൂടുന്നു, പലതരത്തിലുള്ള ലോണുകൾ അല്ലെ. ഇപ്പൊ ഒരുപക്ഷെ നമുക്കറിയാം, ഹൗസിംഗ് ലോൺ മുമ്പ് ഉള്ള ജനറേഷനെ സംബന്ധിച്ച് ഒരുപക്ഷെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ചില കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഹൗസിംഗ് ലോൺ ഉണ്ടാവും, എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടാവും, പേഴ്സണൽ ലോണുകൾ ഉണ്ടാവും, ചിട്ടികൾ ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് നിരവധി കാര്യങ്ങൾ വെച്ച് നമ്മളൊരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ള പല പാസ്ബുക്കുകളും എടുത്തു വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ അസറ്റിനേക്കാൾ കൂടുതൽ ലയബിലിറ്റീസ് ഉള്ള ആളുകളാണ്. അപ്പോ ഈ ഒരു കൾച്ചർ ഒരുപക്ഷെ വളരെ കുറച്ച് ടൈമായി തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. എവിടെ നിന്ന് ലോൺ കിട്ടിക്കഴിഞ്ഞാലും അത് നമ്മൾ എടുക്കാൻ തയ്യാറാവുകയും നമ്മുടെ ജീവിക്കുന്ന ഒരു സ്റ്റാറ്റസിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും അത്തരത്തിലുള്ള ലോണുകൾ ആവശ്യം എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഇപ്പൊ ഒരു കുട്ടിയുടെ കല്യാണം നടത്തുന്ന കാര്യങ്ങളിലാണെങ്കിൽ പോലും ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പണ്ടൊക്കെ കല്യാണങ്ങൾ നടക്കും, കുറെ ആളുകൾ ചിലപ്പോൾ ഒരുപക്ഷെ ചുറ്റുമുള്ള ആളുകളോ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യാം. പക്ഷെ ഇന്ന് അത്തരത്തിലുള്ള ഹെൽപ്പുകളല്ല ആളുകൾ എപ്പോഴും ആശ്രയിക്കുന്നത് ലോണുകളെയാണ്. ഇത് റീപേയ്മെന്റ് പോകുന്ന സമയത്ത് നമുക്ക് വലിയ പ്രയാസങ്ങളൊന്നുമില്ല, നമ്മളെ സംബന്ധിച്ച് റീപേയ്മെന്റ് പോകുന്നുണ്ട്, കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇത് എപ്പോഴെങ്കിലും
നമ്മളെ സംബന്ധിച്ച് അത് കൃത്യമായിട്ട് അടയ്ക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി വഴിമുട്ടി നിൽക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുന്നുള്ളതാണ്. ഇത് പല ഒരു ഇടത്തരം ഫാമിലിയിലും നമ്മൾ കണ്ടുവരുന്ന ഒരു കേസാണ്. ഞാനത് ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, പലരും ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മുന്നത്തേക്കാൾ നല്ല നിലവാരത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ അസറ്റുകൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ ലയബിലിറ്റി നമ്മൾ നേടിക്കൊണ്ടാണ് നമ്മൾ പല ആളുകളും മുന്നോട്ട് പോയി. ഇത് എന്തുകൊണ്ട് ഈ രീതിയിലേക്ക് മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ജീവിത രീതിക്ക് അനുസരിച്ചുള്ള ഒരു ഇംഗത്തിലേക്ക് ഒരു പക്ഷേ നമ്മൾ എത്തിച്ചേരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഒരു പക്ഷെ ഞാൻ എല്ലാവരും അല്ല പറയുന്നത്, പല ആളുകളെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല വരുമാനമുള്ള ആളുകൾ, അസറ്റുള്ള ആളുകൾ, ചിലപ്പോൾ ഒരു പക്ഷെ ഇന്ന് നമ്മള് സേവിങ്സ് നമ്മൾ ഉണ്ടാക്കിയ സേവിങ്സ് വളരെ കുറവായിരിക്കും. ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഇതൊരു സേവിങ്സ് എന്നുള്ള രീതിയിലേക്ക് എത്തുന്നുള്ളൂ. പക്ഷെ ഈ നമ്മൾ ഇന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന പല സേവിങ്സും ഒരുപക്ഷെ നമ്മുടെ മുൻ തലമുറ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഒരുപക്ഷെ അത് എന്ത് ചെയ്യുന്നു, ആ അസറ്റുകൾ നമ്മൾ കൈകാര്യം ചെയ്തിട്ടാണ് ഒരുപക്ഷെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നു? ഒരു ലാസ്റ്റ് 5 years ആയിട്ട് നമുക്ക് കിട്ടിയ ഇൻകവും നമ്മൾ ചെലവാക്കിയ കാര്യങ്ങളും നമ്മളൊന്ന് ടാലി ചെയ്ത് നോക്കിയിട്ട് നമുക്ക് സേവിങ്സ് ആണോ ഉണ്ടായിട്ടുള്ളത്, അതല്ലെങ്കിൽ നമുക്ക് ലോസ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ ഇത്രയും കാലം ഒരു 5 years നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എത്ര രൂപയുടെ നഷ്ടം നമുക്ക് വന്നിട്ടുള്ളതാണോ എന്ന് നമ്മൾ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കണം. ഇത് ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പലപ്പോഴും ഇൻകവും നമ്മുടെ എക്സ്പെൻസും മാച്ച് ചെയ്യാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ സമയം തൊട്ട് നമ്മൾ പ്രയാസത്തിലേക്ക് പോയി. ഇന്ന് ഒരുപാട് ഫാമിലികൾ നമ്മൾ കാണുന്നതാണ്. ഒരുപാട് ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോ എടുത്തു വരച്ച് പറയാനുള്ള റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബോച്ചെ ടീ എന്ന് പുതിയ നമുക്കറിയാം, ഒരു ബോച്ചെ ടീ എന്നുള്ള ഒരു കൂപ്പണോട് കൂടിയിട്ട് അല്ലെങ്കിൽ ടിക്കറ്റോട് കൂടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഞാൻ എന്റെ ചാനൽസിലൊക്കെ പല വീഡിയോസിലും നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ നമ്പർ കൊടുക്കുന്ന സമയത്ത് ഒരു ദിവസം തന്നെ 100 കണക്കിന് കോളുകളാണ് വരുന്നത്. ഇത് ഞാൻ അതിശയോക്തി പറയല്ല, എന്റെ ഫോൺ ഹിസ്റ്ററി നോക്കിയാൽ 100 കണക്കിന് കോളുകൾ. പ്രശ്നം എന്താ വെച്ചാൽ ബോച്ചയുടെ നമ്പർ ഒന്ന് കിട്ടുമോ, ബോച്ചയാണോ, അതായത് ബോബി സാറെ വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തു, അപ്പൊ ബോച്ചയാണോ, കുറെ വാട്സപ്പ് മെസ്സേജസ്. ആ വാട്സപ്പ് മെസ്സേജസ് ടൈപ്പ് ചെയ്തെടുക്കാൻ തന്നെ എത്രയോ സമയം, അവരുടെ മുഴുവൻ പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് വാട്സപ്പ്. അതായത് 1000കണക്കിന് ആളുകള് വളരെ പ്രയാസപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു റിയാലിറ്റി, നമ്മുടെ ലൈഫിലുള്ള ഒരു റിയാലിറ്റി പല ആളുകളും സംബന്ധിച്ച്, സാറേ എനിക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ല, ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിൽ ഈ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എന്നെ ഹോസ്പിറ്റൽ കേസ് ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും, വീട് വെച്ച ആളുകളെ സംബന്ധിച്ച് സാറേ വീട് ജപ്തിയാണ്. കാരണം വീട് വെക്കുന്ന സമയത്ത് ഹൗസിംഗ് ലോൺ കൊടുക്കും, അത് നോക്കുന്നില്ല. കുട്ടികളെ പഠിക്കുന്ന സമയത്ത് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടാവും, അതൊന്നും എടുക്കുന്ന സമയത്ത് ഇത് തിരിച്ചടയ്ക്കേണ്ട ഒരു കാര്യമാണെന്ന് പല ആളുകളെ സംബന്ധിച്ച് ഓർമ്മയില്ല. ഇപ്പൊ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത ആളുകളെ സംബന്ധിച്ച് പല ആളുകൾക്കും ജോലി കിട്ടിയിട്ട് അടയ്ക്കാം എന്നുള്ള രീതിയിലൊക്കെ പല ആളുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ജോലി കിട്ടുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കുട്ടികളെ സംബന്ധിച്ച് ഒരു എഡ്യൂക്കേഷനലി ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പല കുട്ടികളും ഇപ്പൊ MSc കഴിഞ്ഞ് MCOM കഴിഞ്ഞ് പലതരത്തിലുള്ള കോഴ്സസ് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും ഒരു ചായ കുടിക്കണം അല്ലെങ്കിൽ ഒരു ലൈം ജ്യൂസ് കഴിക്കണമെങ്കിൽ പോലും അച്ഛനോ അമ്മയോ പൈസ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ കാലഘട്ടം മാറിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ലയബിലിറ്റി ഏറ്റെടുക്കുകയും ആ ലയബിലിറ്റി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സ്റ്റേജ് വരുന്ന സമയത്ത് എവിടുന്നെങ്കിലും എങ്ങനെയെങ്കിലും എനിക്കൊരു ഹെൽപ്പ് കിട്ടണമെന്നുള്ള ആശ്രയത്തിൽ വിളിക്കുന്ന ആളുകളാണ്. അപ്പൊ ഞാൻ ഈ കോളുകൾ അറ്റൻഡ് ചെയ്ത് എന്നെ സംബന്ധിച്ച് തന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഇത്രയേറെ ആളുകൾക്ക് ഇവർക്കൊക്കെ ഇത്രയും പ്രശ്നങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മള് മെസ്സേജ് അയക്കുന്ന സമയത്തോ സംസാരിക്കുന്ന സമയത്തോ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചു പോകും, ഇത്രയേറെ ആളുകൾ ഇത്രയേറെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടാണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പല ആളുകളുടെയും റിയാലിറ്റി നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ അസറ്റ് എന്താണ്, നമ്മുടെ ലയബിലിറ്റി എന്താണ്, ഒരു 10 വർഷമായിട്ട് നമ്മൾ ജീവിച്ചതിൽ നമ്മൾ എന്താണ് പ്രോഫിറ്റിലാണോ അല്ലെങ്കിൽ ലോസിലാണോ എന്ന് പറയാൻ പറ്റില്ല, ആ വേർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഞാൻ ആ വേർഡ് യൂസ് ചെയ്യാൻ, നമ്മള് അത്രത്തോളം സേവിങ്സ് ഉണ്ടാക്കിയാൻ പറ്റിയിട്ടുണ്ടോ? അപ്പോ അത് നമ്മൾ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അവിടെ നിന്നാണ് നമുക്കൊരു റിയലൈസേഷൻ ഉണ്ടാവുക, ഇനിയുള്ള ഒരു 5 വർഷം നമ്മുടെ ലൈഫിൽ ഈ രീതിയിൽ പോയാൽ മതിയോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണം. പല ആളുകളെ സംബന്ധിച്ചും വൈ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നില്ല. നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ഇൻഡസ്ട്രിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നു,
എന്തിന് ഞാൻ പ്രവർത്തിക്കുന്നു എന്നതിന് പല ആളുകളെ സംബന്ധിച്ചും പല ആളുകളുടെ കയ്യിലും അതിനുള്ള ഒരു ആൻസർ ഇല്ല. ആ ആൻസർ നമ്മുടെ കയ്യിലില്ലെങ്കിൽ, ഉത്തരമില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വേഗത കുറയും അല്ലെ? ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, നമുക്ക് പല ആളുകളും ഡയറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, രാവിലെ എക്സസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, പല ആളുകളും ഒക്കെ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഒരു 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 1 വീക്ക് അല്ലെങ്കിൽ ഒരു 1 മന്ത് ഒക്കെ കഴിഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്ത് പോകാനുള്ള റീസൺ എന്താ വെച്ചാൽ ഈ വൈ എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ആൻസർ ഇല്ല. ഞാനിത് എന്തിനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിന് ഒരു കൃത്യമായിട്ടൊരു ആൻസർ നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ്. ഈ ആൻസർ ഇല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന വേഗത തീർച്ചയായിട്ടും കുറയും, അതിലൊരു ഡൗട്ടും ഇല്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മളെക്കാൾ ഇപ്പോ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവര് കൃത്യമായിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് എന്തുകൊണ്ട് പോസിബിൾ എന്ന് ചോദിച്ചാൽ അവർക്ക് ആ വൈ എന്നുള്ളതിന് കൃത്യമായിട്ട് ഒരു ആൻസർ ഉണ്ട് അല്ലെ? ഒരു സ്പോർട്സ്മാൻ അല്ലെങ്കിൽ നമുക്കറിയാം ഒരുപാട് അത്ലറ്റ്സ് നമ്മൾ കാണുന്നുണ്ട്, അവരൊക്കെ എന്തുകൊണ്ട് അത്രയും സ്ട്രഗിൾ ചെയ്യുന്നു. ഒരു പക്ഷെ നമ്മളോട് ഒരു റൗണ്ട് ഓടി വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരൊറ്റ ദിവസം ഓടും, പിന്നെ ഓടില്ല. ആ സമയത്ത് അവർക്ക് അത് പോസിബിൾ ആവുന്നത് എന്തുകൊണ്ട് വെച്ചാൽ വൈ എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ആൻസർ ഉണ്ട്. നമുക്കും ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈ എന്നുള്ളതിന് ഒരു ആൻസർ ഇല്ലെങ്കിൽ ഒരു പക്ഷെ ഇന്ന് പല ആളുകളും പോകുന്ന പോലെ തട്ടി തടഞ്ഞ് അങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക. അപ്പൊ അതിന് കൃത്യമായിട്ടൊരു ആൻസർ നമ്മൾ കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് പ്രോഫിറ്റിലാണോ അതല്ലെങ്കിൽ അത് ലോസിലാണോ? അങ്ങനെയെങ്കിൽ അടുത്തൊരു തലമുറ എങ്ങനെ ഇതിനെ അതിജീവിക്കും? ഒരുപക്ഷെ നമ്മൾ ജീവിച്ചു വന്ന അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറക്കാർ തന്നിട്ടുള്ള കുറെ കാര്യങ്ങളായിരിക്കാം ഇന്ന് നമ്മളെ ലൈഫിനെ പിടിച്ചു നിർത്തുന്നത്. ഒരുപക്ഷെ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് അസറ്റ് ആയിട്ട് സ്ഥലമോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത നെക്സ്റ്റ് ഒരു തലമുറയിലേക്ക് എങ്ങനെ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും? ഇപ്പൊ നമുക്കറിയാം, അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് വീടുകൾ പല സ്ഥലങ്ങളിലും നമ്മൾ ബിസിനസ്സും മറ്റു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഒരുപാട് വീടുകൾ അനാഥമായി കിടക്കുന്നു. ഒരുപാട് വീടുകളിൽ അച്ഛനും അമ്മയൊക്കെ അനാഥരായി കിടക്കുകയാണ്. കാരണം ഇവർക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റാതെ പുറത്തേക്ക് ആളുകൾ പോകുന്ന ഒരു ടെൻഡൻസിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി. എന്തുകൊണ്ട് ഇത് നമ്മുടെ നാട്ടിൽ ഈ രീതിയിലേക്ക് മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടില് പണം ഇറങ്ങണമെങ്കിൽ നല്ല രീതി, ഇപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, വൻകിട കമ്പനികൾ ഉള്ള സമയത്ത് നമ്മൾ പല ആളുകളും ചെറുകിട ആളുകൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇന്ന് നമ്മുടെ മാർക്കറ്റിലെ ബിസിനസിന്റെ ഒരു രീതി നമ്മൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പല കച്ചവടവും നമ്മുടെ പോപ്പുലേഷനെ എക്സീഡ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ കപ്പാസിറ്റിക്ക് ആവശ്യമുള്ളതിനേക്കാൾ ഷോപ്പുകൾ എക്സീഡ് ചെയ്യപ്പെടുന്നു. ഇപ്പൊ നമുക്കറിയാം, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടില് ഒരു ഒരു അങ്ങാടി ഉണ്ടെങ്കിൽ ആ അങ്ങാടിയിൽ ഒരു പലചരക്ക് കട ഉണ്ടാവും, ഒരു ചായക്കട ഉണ്ടാവും, അല്ല ഒരു ബാർബർ ഷോപ്പ് ഉണ്ടാവും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മതി അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ജീവിച്ചു പോകാനും അത്യാവശ്യം നല്ല ഏർണിങ്സ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ അവിടുന്ന് കിട്ടുമായിരുന്നു. പക്ഷെ അതേ സമയത്ത് ഇന്ന് ആ കവലയിൽ പോയി കഴിഞ്ഞാൽ ഒരു 10 ചായക്കട ഉണ്ടാവും, അതല്ലെങ്കിൽ 2-3 ബാർബർ ഷോപ്പ് ഉണ്ടാവും, അതല്ലെങ്കിൽ പലചരക്ക് വീട് ഉണ്ടാവും, പലചരക്ക് വീടുകൾ ഉണ്ടാവും, അതിന്റെ മുമ്പിൽ ഒരു സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ടാവും. എന്ത് ചെയ്യണമെന്ന് അവർ അറിയാത്ത അവസ്ഥയിൽ ഇതോ വളരെ ഒരു ഷോർട്ട് ടൈമിൽ തന്നെ പല ഷോപ്പുകളും ക്ലോസ് ചെയ്തു പോകുന്നു അല്ലെ? ഞാൻ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം, പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് പല ഷോപ്പുകളും നല്ല രീതിയിൽ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ നല്ല രീതിയിൽ നടന്നു പോയിരുന്ന ഷോപ്പുകൾ. നമുക്ക് ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. കാരണം നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, ഫാമിലി, അതോടൊപ്പം തന്നെ മറ്റ് VIP ഗസ്റ്റിനെയൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഉദ്ഘാടനം കഴിഞ്ഞ് അല്ലെ, അടുത്ത വെരി മൊമെന്റ് നമ്മൾ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മൾ ഒറ്റയ്ക്കാണ്. അന്ന് തൊട്ട് അയാൾ സ്ട്രഗിൾ ചെയ്യാൻ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല. ഒരു പക്ഷെ ഗോൾഡ് കൊണ്ടുപോയിട്ടുണ്ടാവും. പല രീതിയിൽ ഫണ്ട് അറേഞ്ച് ചെയ്ത് ആ കച്ചവടം തുടങ്ങിയ ഒരു വ്യക്തി അടുത്ത ദിവസം തൊട്ട് ആ കച്ചവടം നടത്താൻ സ്ട്രഗിൾ ചെയ്യപ്പെടും. സ്ട്രഗിൾ ചെയ്തതിന്റെ റിസൾട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നമുക്കറിയാം, നമ്മളിന്ന് റോഡിലൂടെ പോകുന്ന സമയത്ത് പല സ്ഥലത്തും ഉണ്ടാവും വിറ്റഴിക്കൽ വിൽപ്പന, റൂം ഫോർ റെന്റ് അല്ലെ, കട കാലിയാക്കുന്നു, ഇങ്ങനെ ഈ രീതിയിൽ ഒരുപാട് ബോർഡുകളാണ്. ഇതൊക്കെ ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളാണ്. ഇപ്പൊ പല ആളുകളും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി വന്നു, സാറേ ഞാൻ പ്രവർത്തിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരുന്ന ആളുകള് അത്തരത്തിലുള്ള കടയുടെ മുമ്പിലേക്ക് നോക്കുക. ആ കടയുടെ മുമ്പിൽ അവർക്കൊരു കഥ പറയാനുണ്ടാവും.
ഒരുപാട് സ്വപ്നങ്ങൾ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ഒരു സുഹൃത്ത് ഒരു പ്രവാസിയായിരുന്നു. ആള് ഇവിടെ വന്നു, ഒരു ആരോ പറഞ്ഞു കേട്ട് ഒരു ബേക്കറി സ്റ്റാർട്ട് ചെയ്തു. 35-40 ലക്ഷം രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അതിൽ വന്നു. അപ്പൊ ആളെ സംബന്ധിച്ച് ആരോ പറഞ്ഞതിൽ ഒരുപാട് സ്വപ്നങ്ങള്, ഗോൾഡ് വെച്ചു, വീടിന്റെ അത് വെച്ചു, ഇങ്ങനെയൊക്കെ വെച്ച് അയാൾ സ്റ്റാർട്ട് ചെയ്താണ്. അപ്പോ ആ ഒരു റൈറ്റ് പ്ലേസിൽ ആ ബിസിനസ് തുടങ്ങിയില്ലേ എന്നൊന്നുമല്ല. പക്ഷെ അയാളുടെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആകെ ആ ഇത് കൂട്ടുന്ന സമയത്ത് ആകെ 12 ലക്ഷം രൂപയാണ് ആൾക്ക് മൊത്തത്തിൽ തിരിച്ചു കിട്ടിയത്. ബാക്കി എല്ലാ എമൗണ്ടും ലോസ് ആയി. ഇങ്ങനെ നിങ്ങൾ ക്ലോസ് ചെയ്ത് പോകുന്ന ഓരോ ഷോപ്പിനോടും നിങ്ങൾ ഒരു കഥ ചോദിച്ചാൽ അവർ പറയും ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടുള്ള കഥ പറയാണ്ട്. ഇവിടെ നമുക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? നമ്മളെ കുറച്ച് ചിന്തകളോ, നമ്മളെ കുറച്ച് ചെറിയൊരു എഫേർട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മളൊരു കച്ചവടം നടത്തുന്ന ഒരു വ്യക്തി ചെയ്യുന്ന എഫേർട്ട് ഉണ്ടോ? ഒരു ചായക്കടക്കാരൻ ആ ചായക്കട സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 5 മണിക്ക് തുടങ്ങുന്നുണ്ട് അല്ലെ? എത്ര മണി വരെ ആ ഷോപ്പ് റൺ ചെയ്ത് പോകുന്നുണ്ട്? 5 മണിക്ക് തുടങ്ങി വൈകുന്നേരം 5 മണി, അല്ലെങ്കിൽ പോട്ടെ, നിങ്ങൾ ചിന്തിച്ചു നമ്മളൊരു ഓഫീസ്, പല ആളുകളും സംഭവിച്ചു ഈ ഒരു ഇൻഡസ്ട്രിയിൽ 2 മണിക്കൂർ തികച്ചു വർക്ക് ചെയ്യാൻ തയ്യാറാവാത്ത ആളുകളാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അങ്ങനെയാണോ ഒരു കച്ചവടം അല്ലെങ്കിൽ ഒരു ബിസിനസ് ആറ്റിറ്റ്യൂഡുള്ള ഒരാൾ ചെയ്യേണ്ടത്? അവരെ സംബന്ധിച്ച് 10 മണിക്ക് കട സ്റ്റാർട്ട് ചെയ്ത് 5 മണിക്ക് ആ കട ക്ലോസ് ചെയ്ത് പോകാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. വേറെ ഏതെങ്കിലും ഒരു ജോലിയാണെങ്കിലോ മറ്റു കാര്യങ്ങളാണെങ്കിലോ ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് ലീവ് സാധിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു ഷോപ്പ് പോകുന്ന സമയത്ത്, നിങ്ങൾ ആ കടയിൽ പോകുന്ന സമയത്ത് ആ കടയുടെ ഷട്ടർ താഴ്ത്തി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കില്ല, ഇത് എവിടുത്തെ കച്ചവടക്കാരനാണ്, കട ഷട്ടർ അടച്ചിട്ടാണോ അല്ലെ? ചോദിക്കും. നമ്മളെ മൈൻഡിൽ ആ ഒരു ആറ്റിറ്റ്യൂഡാ. അപ്പോൾ ഒരു മണിക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു മണിക്കൂർ പോലും അറിയാതെ നമ്മൾ ഒരു കടയിലേക്ക് കയറി ചെല്ലുമ്പോൾ അയാൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും എന്താണ്, നമ്മൾ അസ്വസ്ഥരാണ്. അതുപോലും നമ്മൾ എന്തില്ല. അപ്പൊ അത്രയും കെയർഫുൾ ആയിട്ടാണ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ കെയർഫുൾ ആയിട്ട് കച്ചവടം നടത്തിയിട്ട് പോലും ആ കച്ചവടം ഉപേക്ഷിച്ചു പോകുന്ന ആളുകൾ ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു ഫാക്റ്റാണ്. ഒരു ബിസിനസ് മേഖലയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇനി ഒരു ചെറുകിട കച്ചവടക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പൊ ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോട് എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുന്ന സമയത്ത് ഇപ്പൊ ആദ്യമായിട്ട് അവിടെ ഒരു മാള് വന്ന സമയത്ത്, ഇപ്പൊ ഫോക്കസ് മാൾ, അപ്പൊ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റോട് കൂടി. അതിനുശേഷം ഒരുപാട് മാളുകൾ വന്നു. ഇപ്പൊ കോഴിക്കോട് ടൗണിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മാളുകളുണ്ട് അല്ലെ? പാർട്ടി മാള്, ബ്ലൂ ഡയമണ്ട് മാള്, ഇങ്ങനെ ഒരുപാട് മാളുകൾ. അപ്പൊ ഹൈലൈറ്റ് മാൾ വന്നു. അപ്പൊ അതിനേക്കാൾ ഫെസിലിറ്റി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ആളുകളും അങ്ങോട്ട് ഫോക്കസ്ഡ് ആയി. ഗോകുലം മാള് വന്നു, ലുലു മാള് വന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലത്താണ് ഇത്രയും ആളുകൾ എന്ത് ചെയ്യുന്നത്, വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പല സ്ഥലത്ത്, ഇപ്പൊ ഞാൻ ഇപ്പൊ പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അപ്പൊ പല സ്ഥലങ്ങളിലും വരുന്നത് ഇപ്പൊ നെസ്റ്റോടെ സൂപ്പർ മാർക്കറ്റുകൾ വരുന്നു, അല്ലെ ഹൈപ്പർ മാർക്കറ്റുകൾ വരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ചെറുകിട കച്ചവടക്കാർക്ക് ഒരു തരത്തിൽ പോലും മുന്നോട്ട് പോകാൻ പറ്റും. കാരണം ഒരിക്കലും ഇപ്പൊ ടാറ്റ വന്നു, സ്റ്റുഡിയോ എന്ന് പറഞ്ഞുള്ള ഷോപ്പുകൾ, ടെക്സ്റ്റൈൽ മേഖലകൾ, പല സ്ഥലങ്ങളിൽ സ്റ്റുഡിയോ ഷോപ്പുകൾ വരികയാണ്. ടാറ്റയോട് കോമ്പീറ്റ് ചെയ്യാൻ ഇവിടെയുള്ള ഒരു സാധാരണക്കാരന് പോസിബിൾ ആണോ? ഞാനിത് ജസ്റ്റ് 1-2 കാര്യങ്ങൾ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോയ കാര്യം, വരുന്ന ഒരു 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ മാർക്കറ്റിൽ എന്താണ് നടക്കാൻ പോകുന്നത് മനസ്സിലാക്കാൻ സാധിക്കുമോ? അതാണ് നമ്മുടെ ഒരു ബിസിനസ് മൈൻഡ്. ഒരു ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത, 5 വർഷത്തിനുള്ളിൽ നമ്മുടെ മാർക്കറ്റിൽ എന്ത് വരാൻ പോകുന്നു. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ, നമ്മളെല്ലാവരും പോകാൻ പോകുന്നത് വൻകിട ഷോപ്പുകളിലേക്ക് മാത്രമായിരിക്കും. ഇപ്പൊ തന്നെ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ നാട്ടിൽ നെസ്റ്റോടെ ഹൈപ്പർ മാർക്കറ്റ് വന്ന എല്ലാ ഫെസിലിറ്റിയും, എല്ലാ സാധനങ്ങളും നമ്മുടെ ചുറ്റുമുള്ള കച്ചവടക്കാർ, ഒരു പക്ഷെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു അയൽവാസി കച്ചവടം ചെയ്യുന്നുണ്ട്, അല്ലെ നമ്മുടെ ഏറ്റവും അടുത്തൊരു റിലേറ്റീവ് പലചരക്ക് കച്ചവടം ചെയ്യുന്നുണ്ട്, അയാൾ കൊടുക്കുന്നതിനേക്കാൾ വില കുറച്ച് കൊടുക്കുന്ന ഷോപ്പുണ്ടോ? നമ്മൾ അവിടുന്ന് വാങ്ങിക്കുള്ളൂ. അതിൽ ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വലിയ ഷോപ്പുകൾ വരുമ്പോ ഈ കച്ചവടക്കാർ ഇനി എന്ത് ചെയ്യാൻ പോകും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ലയബിലിറ്റികൾ ഉള്ള ആളുകളാണ്, ഇന്ന് അടച്ചു പോകുന്നുണ്ട്, ശരിയല്ലേ? പല ആളുകളെ സംബന്ധിച്ചും ഇന്ന് ആ കച്ചവടം കൊണ്ട് അടച്ചു പോകുന്നു. അപ്പൊ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും അവരുടെ കുടുംബങ്ങൾ വലിയ രീതിയിലേക്ക് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ പോകും. ഇത് എല്ലാ സ്ഥലങ്ങളിലും നമുക്കറിയാം, ഏത് മേഖലയിലും. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ കാണുന്നത്, ഏറ്റവും കൂടുതൽ കാണുന്നത്, ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഫ്രാഞ്ചൈസി മോഡലാണ്. വലിയ ആളുകളുടെ ബിസിനസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അവരുടെ ഫ്രാഞ്ചൈസി എടുത്ത് നടത്താൻ പറ്റും.
അത്തരത്തിലുള്ള ബിസിനസ്സുകളിലേക്ക് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ രീതി ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് അവരുടെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് ചെയ്യുന്ന ഒരു കാര്യം, ആള് പറഞ്ഞ ഒരു കാര്യമാണ്. ആളുടെ ബിസിനസ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കവർ പ്രിന്റിംഗ് ആണ്. പണ്ട് ഒരുപാട് ബേക്കറികളിൽ ഭയങ്കരമായിട്ട് ബിസിനസ് ചെയ്ത ഒരാളാണ്. അപ്പൊ ആള് ഇപ്പൊ ബിസിനസ് മുന്നോട്ട് പോകുന്നില്ല. കാരണം എന്താ വെച്ചാല് ബേക്കറികളിലൊന്നും കച്ചവടങ്ങളില്ല. പലതര ഷോപ്പുകൾ, ടെക്സ്റ്റൈൽ ഷോപ്പുകളാണെങ്കിൽ സീസണലി മാത്രം ചെറിയ ചെറിയ കച്ചവടങ്ങൾ മാത്രം നടക്കുന്നു. കച്ചവടങ്ങളില്ല. ആളെ സംബന്ധിച്ച് ആളിപ്പോ നെസ്റ്റോടെ ഓർഡർ എടുക്കാൻ തുടങ്ങി. അപ്പൊ നെസ്റ്റോയിലെ ഓർഡർ എടുക്കുന്ന സമയത്ത് അവിടെ ബ്രെഡിന്റെ കവർ മാത്രം പ്രിന്റ് ചെയ്ത് കൊടുത്താൽ പോലും ആളുടെ മന്ത്ലി ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്ത് പോകും. അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. കാരണം മറ്റു ഷോപ്പുകളിൽ കച്ചവടങ്ങളില്ല, ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ കച്ചവടങ്ങളില്ല. അപ്പൊ വരുന്നൊരു 5 വർഷം കൊണ്ട് നമ്മുടെ മാർക്കറ്റ് മാറാൻ പോകുന്നത്, നിലവിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കച്ചവടക്കാര് ആ കച്ചവടം അവസാനിപ്പിച്ച്, അതായത് ഒരുപാട് ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ കച്ചവടങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു പോരുന്ന ഒരവസ്ഥയിലേക്ക് മാറും. ഇനി നമ്മുടെ എഡ്യൂക്കേഷനിൽ നമ്മൾ പോയി കഴിഞ്ഞാലോ, നമ്മൾ ചിന്തിച്ചു നോക്കാം, നമ്മുടെ കുട്ടികൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അൺഎംപ്ലോയ്മെന്റ് ആണ്. അതിൽ ഒരു ഡൗട്ടും ഇല്ല. അതിനേക്കാൾ വലിയ പ്രശ്നമാണ് അണ്ടർ എംപ്ലോയ്മെന്റ്. ചിലപ്പോൾ ഒരു പക്ഷെ അൺഎംപ്ലോയ്മെന്റ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അൺഎംപ്ലോയ്മെന്റ്, കുട്ടികൾക്ക് ജോലിയില്ല. ശരിയാണ്, ജോലിയില്ല. എന്തുകൊണ്ട് ജോലി ഇല്ലാതാവും? ഇപ്പൊ നമുക്കറിയാം, പണ്ടൊക്കെ ബാങ്കുകളിൽ ബാങ്കിൽ അല്ലെങ്കിൽ ട്രഷറിയിൽ ഇതൊക്കെ സ്ഥിരമായിട്ട് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം എന്താ? നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ബാങ്കിൽ പോകണം. ഇപ്പൊ ആരാണ് ബാങ്കുകളിൽ പോകുന്നത്? എല്ലാ ട്രാൻസാക്ഷൻസും ഓൺലൈനാണ്. ഇനി ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം, നമ്മൾ ATM പോയി ചെയ്യാൻ പറ്റും. ബാങ്ക് കാണാത്ത ആള്, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ആളുകൾ ഒരു പക്ഷെ ഈ ഒരു മാസം ബാങ്കിൽ പോവാത്ത ആളുകളുണ്ടാവും, ചിലപ്പോൾ ഈ വർഷം പോവാത്ത ആളുകളുണ്ടാവും. ഇനിയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമുക്ക് ഓൺലൈനായിട്ട് ലോണുകൾ എടുക്കാം? കാർ ലോൺ ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും എല്ലാം ഓൺലൈനായിട്ട് എടുക്കാം. നമുക്ക് ക്രൈറ്റീരിയ ഉണ്ടോ? കിട്ടി. പേഴ്സണൽ എന്ത് ക്രൈറ്റീരിയം ബേസ് ചെയ്യുന്നോ ബാങ്കുകൾ റീപ്ലേസ് ചെയ്യപ്പെടുന്നു. അവിടെയുള്ള അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ടീച്ചിങ് രംഗത്ത് ഞാൻ ഒരു എൻട്രൻസ് കോച്ചിങ് ഫാക്കൽറ്റി ആയിട്ട് നിന്ന ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് നമ്മൾ 90 മാക്സിമം പറഞ്ഞ 90 കുട്ടികൾ വരെയുള്ള ബാച്ചുകൾ ഉണ്ട് മാക്സിമം. ബാക്കി ഒരു ആവറേജ് ഒരു 60-70 ആ റേഞ്ചിലാണ് ഉണ്ടാവുക. ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന് ഒരു ടീച്ചർ അത്രയും കുട്ടികൾക്ക് ക്ലാസ് എടുത്തേ മതിയാവും. ഇന്ന് ഭൂരിപക്ഷം കുട്ടികൾ ഓൺലൈനിലാണ്. 1,00,000 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 1 അവറിൽ ഒരു അധ്യാപകന് എൻഗേജ്ഡ് ആക്കാൻ പറ്റൂ. 1,00,000 സ്റ്റുഡന്റ് അല്ല, 1 കോടി സ്റ്റുഡൻസ് ഉണ്ടെങ്കിലും ഒരു അധ്യാപകനെ കൊണ്ട് അവിടെ ക്ലാസ്സുകൾ മേക്കപ്പ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ടീച്ചേഴ്സിന് എല്ലാവരുടെയും ജോലി പോയിക്കൊണ്ടിരിക്കും. നമ്മൾ AI ക്യാമറകൾ വളരെ ഇതായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. AI ക്യാമറകൾ അല്ലെ, ഒരുപാട് ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആര് ചെയ്ത ഡ്യൂട്ടിയാണ്? പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥന്മാർ ചെയ്ത ഡ്യൂട്ടി ഇന്ന് ചെയ്യുന്നത് AI ക്യാമറകളാണ്. അത്തരത്തിലുള്ള AI ക്യാമറകൾ വരുന്ന സമയത്ത് നെക്സ്റ്റ് ഒരു റിക്രൂട്ട്മെന്റില് പോലീസ് ഫോഴ്സിൽ അത്ര അവസരങ്ങൾ ഉണ്ടാവുമോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഏത് മേഖലയിലും ഇന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഉണ്ട് ഫേസ്ബുക്കിൽ, നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അടിപൊളി എന്താ പറയാ, ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡി എന്ത് ചെയ്യാണ്, മോഡലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിന്റെ ആഡൊക്കെ കാണിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, അടിപൊളി സെറ്റ്. പക്ഷെ സംഭവം AI ആണ്. ഇനി മോഡലിംഗ് എന്ന് പറഞ്ഞ സംഭവമില്ല. ഇന്ന് ആര് ചെയ്യുന്നതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ടുള്ള മോഡൽസിനെ AI ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മൾ കാണുന്ന സമയത്ത് റിയൽ ഒരു ഗേളാണ് അടിപൊളിയായിട്ട് മോഡലിംഗ് നല്ല പോസ്റ്ററൊക്കെ വെച്ചിട്ട് അത് വാർത്തക്കൊക്കെ ഉണ്ട്. ഞാൻ അടിപൊളി സംഭവം, അത് AI ആണ്. നമ്മുടെ കണ്ണിന് മുമ്പിൽ പോലുള്ള പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. മോഡലിംഗ് ഉണ്ടാവും, മാറി. അവിടെ എന്ത് അവസരം, എന്ത് റെലവെന്റ് ആണ് നമ്മുടെ എഡ്യൂക്കേഷനിൽ ഇന്നുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കുക. അതിനനുസരിച്ച് നമ്മുടെ പാറ്റേണുകൾ മാറ്റണം. ഇന്ന് ചെറിയ കുട്ടികൾ 10-20 വയസ്സുള്ള കുട്ടികൾക്ക് 4-5 ക്രെഡിറ്റ് കാർഡാണ് എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പൊ തന്നെ ലക്ഷങ്ങളുടെ കടസ്ഥനാണ്. ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുക, മിനിമം ഡ്യൂ അടച്ചുകൊണ്ടിരിക്കുക.
ഇതന്ന് പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വിഷയം എന്താണ്? അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞത് നെക്സ്റ്റ് ഒരു 5 വർഷം കൊണ്ട് വലിയ രീതിയിൽ നമ്മളെ അഫക്ട് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നമായിട്ട് മാറും. ഒരു ഡൗട്ടും ഇല്ല. അതിനേക്കാൾ വലിയ വിഷയമാണ് അൺഎംപ്ലോയ്മെന്റ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ, എന്റെ ബാച്ചിൽ ഒരുപാട് ആളുകൾ പോയത് എഞ്ചിനീയറിംഗിനായിരുന്നു. ഭയങ്കര ട്രെൻഡായിരുന്നു. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ടുള്ള ട്രെൻഡായുള്ള ഒരു സമയമാണ്. കാരണം അന്ന് ഞാൻ ആ പഠിക്കുന്ന സമയത്ത് ആ എഞ്ചിനീയറിംഗ് എന്നുള്ള കോഴ്സ് കഴിഞ്ഞാൽ 40,000 50,000 രൂപയൊക്കെ സാലറിയിൽ ആർക്ക് വേണമെങ്കിലും ജോലി കിട്ടുന്ന ഒരു രീതിയായിരുന്നു. ഇന്ന് നിങ്ങൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ഒരു 5,000 രൂപയ്ക്ക് തികച്ച് ജോലി കിട്ടുമോ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാനത് അതിശയോക്തി പറയല്ല. പല ആളുകളും സ്റ്റൈപ്പൻഡില് ഈ എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞിട്ട് 1-2 വർഷം സ്റ്റൈപ്പൻഡ് 5,000 രൂപയ്ക്കൊക്കെയാണ് പല സ്ഥലത്തും എന്ത് ചെയ്യുന്നത്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും എഞ്ചിനീയറിംഗ് എന്ന കോഴ്സ് കഴിഞ്ഞ ആളുകളെ എടുക്കുന്നില്ല. മറിച്ച് പോളിടെക്നിക് കഴിഞ്ഞ് വന്ന ആളുകളെ എടുത്തിട്ട് അവർക്ക് ട്രെയിനീസ് ആയിട്ട് ജോലി. ട്രെയിനീസ് മതി. ഈ ട്രെയിനീസ് അവരെ ഒരു മാസം കൊണ്ട് പരിപാടി പഠിപ്പിക്കും, 1 വർഷം ട്രെയിൻ ചെയ്ത് ജോലി ചെയ്യും, അടുത്ത ബാച്ചിന് ട്രെയിനീസ് എടുക്കും. ഇത് തന്നെ പരിപാടി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ ഈ ഒരു കാലഘട്ടം കൃത്യമായിട്ട് നമ്മളൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ വരുന്ന ഒരു 5 വർഷം കൊണ്ട് നമ്മുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? മുന്നോട്ടുള്ള ഫ്യൂച്ചറിൽ നമുക്ക് എന്ത്? അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണം.